പഴംപൊരി, മുളക് ബജി, മുന്തിരി, മാമ്പഴം, 5 ഉണക്ക പത്തിരിയും പിന്നെ ജ്യൂസും. ആദ്യം ചെറിയ പഴംപൊരി ഓരോന്നോരോന്ന് അകത്താക്കി പിന്നെ ജ്യൂസും കുടിച്ചു. പിന്നെയും കുറച്ച് പഴംപൊരി കഴിച്ചു. അപ്പോഴേക്കും പഴംപൊരി തീർന്നു. പിന്നെ കുറച്ച് മുന്തിരി വെറുക്കി തിന്നു. ചെറുതായ കാരണം പെട്ടെന്ന് അങ്ങ് കഴിക്കാൻ പറ്റും. പിന്നെ നോക്കുമ്പോൾ മുളക് ബജി എരിവുണ്ടോന്ന് അറിയില്ല, എന്നാലും കഴിച്ചു തുടങ്ങി. കഴിച്ചപ്പോ പിന്നെ കുറെ സ്മൂത്ത് ആയിട്ട് കഴിക്കാൻ പറ്റും. എരിവ് തീരെ ഉണ്ടായി. പിന്നെ പുറത്തോട്ട് ഇറങ്ങി 2 ലൈം ജ്യൂസും ഒരു സ്ട്രോയും വന്നു. രണ്ടും എനിക്കുള്ളതായിരുന്നു. ലൈം ജ്യൂസ് തീർന്നപ്പോ ബ്രോസ്റ്റഡ് വന്നു. ബണ്ണ് സൈഡിലോട്ട് മാറ്റി വെച്ചു. ചൂടായാലും സാലഡ് ബ്രോസ്റ്റഡ് കഴിച്ചു. ബണ്ണിലെ മിനിക്കോണി കാണിച്ച് സാൻഡ്വിച്ച് ആക്കി അതും കഴിച്ചു. പിന്നെ ഒരു പാക്കറ്റ് പ്രിങ്കിൾസും മേടിച്ചു ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോയി. അവിടെ നിന്ന് 5 മുട്ട പപ്സും 5 കട്ട്ലേറ്റും കഴിച്ചു. ഇതിപ്പോ ഞാൻ വൈകുന്നേരം നോമ്പ് തുറന്നിട്ട് ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് നോമ്പ് തുറക്കി ഗസ്റ്റ് ആയിട്ട് പോയതായിരുന്നു. 4 ഗ്ലാസ്സിൽ ഷാർജ കഴിച്ചു. 2 ഗ്ലാസ് എനിക്കുള്ളതാണെന്ന് അവളുടെ ഉമ്മ ആദ്യമേ പറഞ്ഞു. അങ്ങനെ ഷാർജ ഷേക്കും കുടിച്ചു. ഇച്ചിരി പത്തിരി കഴിക്കുന്ന നിർബന്ധിച്ചത് കൊണ്ട് മാത്രം 7-8 പത്തിരി എടുത്ത് ഇച്ചിരി ബീഫ് കറിയും കൂട്ടി കഴിച്ചു. പിന്നെ കുറച്ച് ബീഫ് കറി എടുത്ത് വെറുതെ കഴിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഒന്ന് കറങ്ങി തിരിഞ്ഞ് വന്ന് 4-5 പത്തിരി കൂടെ എടുത്ത് തേങ്ങാപ്പാൽ ഒഴിച്ച് വെറുതെ കഴിച്ചു. അത് കഴിഞ്ഞ് ഇത്തിരി നേരം വെറുതെ ഇരുന്നപ്പോൾ ഒരു ഓറിയോയുടെ ചെറിയ ബിസ്ക്കറ്റ് എടുത്ത് ഇത്തിരി കഴിച്ചു. പിന്നെ ഒന്ന് ഫ്രഷ് ആയി വന്നപ്പോൾ ഒന്ന് തണുപ്പിക്കാനായിട്ട് ബാലൻസ് വന്ന് ഷാർജ ഷേക്കും 2 പപ്സും ഇരുന്ന് വെറുതെ കഴിച്ചു. അതിന്റെ ഇടയ്ക്ക് അവളുടെ അനിയൻ എനിക്ക് ഡാർക്ക് ഫാൻസി കൊണ്ടുവന്നു, അതും കഴിച്ചു. ബൂസ്റ്റിന്റെ ഉപ്പ ഉണ്ടപ്പോൾ ആരോഗ്യത്തിന് നല്ലതല്ലേ എന്ന് വിചാരിച്ച് അതിൽ ഇത്തിരി കഴിച്ചു. അവിടെ സൈഡിൽ കണ്ട ഒരു പഴം എടുത്ത് വെറുതെ കഴിച്ചു. അങ്ങനെ കറങ്ങി നടക്കുമ്പോൾ ഇച്ചിരി മുന്തിരിയും പെറുക്കി തിന്നു. ഉരുളില്ലാത്ത മുന്തിരി ആയതുകൊണ്ട് പെട്ടെന്ന് കഴിക്കാൻ പറ്റും. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് ഒരു പാട്ട വെള്ളം എടുത്ത് കുടിച്ചു. എന്നിട്ടും വല്ലാത്ത ദാഹം ഉണ്ടായി. പിന്നെ കുറച്ച് വെള്ളം എടുത്ത് ഇച്ചിരി പഞ്ചസാരയും ഇച്ചിരി നാരങ്ങയും കലക്കി ഇത്തിരി നാരങ്ങ വെള്ളം കുടിച്ചു. അതും കുടിച്ച് തിരിയുമ്പോൾ ഇച്ചിരി ഡേറ്റ്സും ഒരു പഴം അവിടെ ഇരിക്കണം, അതും എടുത്ത് കഴിച്ച് 2 മിഠായും കഴിച്ചു. ചോറും മീൻകറിയും സാലഡും കൂട്ടി ഇത്തിരി കഴിച്ചു. ബീഫ് കറി ഒരു പറ്റി ഇരിപ്പുണ്ട്, അത് പിന്നെ എടുക്കാന്നാ ഞാൻ വിചാരിച്ചു. ഒരു സ്റ്റെപ്പ് ചോറ് കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു സൈഡിലേക്ക് ബീഫ് കറി ഇത്തിരി ഇട്ടോന്ന് പറഞ്ഞു. അവളുടെ മനസാക്ഷി കൊണ്ട് അവളുടെ എനിക്ക് ഇത്തിരി കൂടെ ബീഫ് ഇട്ട് തന്നു. പിന്നെ അതും കൂട്ടി ഇത്തിരി കൂടെ ചോറ് കഴിച്ചു. അവസാനം കിടക്കുന്നതിന് മുന്നേ ഒരു ഗ്ലാസ് ഷേക്ക് കൂടെ അവൾ എനിക്ക് തന്നിട്ടുണ്ട്. അതും കുടിച്ച് ഞാൻ കിടന്നു.